നാഗകന്യക 7ന്റെ ആദ്യ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്കായി എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 1 തുടങ്ങുന്നത് 2001 പ്രയാഗരാജിലെ ലക്ഷങ്ങൾ പങ്കെടുത്ത കുംഭമേള പോലെയല്ല, എല്ലാവർക്കും അപകടം കാത്തിരിക്കുന്നുവെന്ന് ഒരാൾ പറയുന്നു. കുറച്ച് അഘോരികൾ കുംഭമേളയിൽ എന്ത് അപകടം സംഭവിക്കുമെന്ന് ചോദിച്ച് ഒരിടത്ത് തർക്കമുണ്ടാക്കുമ്പോൾ പ്രൊഫസർ അങ്ങോട്ട് വന്ന് അപകടം വരാൻ പോവുകയാണ്, അത് പറയാനാണ് നിങ്ങളെ വിളിച്ചത്. 2025 കുംഭമേളയിൽ പ്രശ്നം വരും. 12 വർഷത്തിനപ്പുറം ഗ്രഹണ നക്ഷത്രം സൂര്യൻ മകരരാശിയിൽ പ്രവേശിക്കുമ്പോൾ അലാവത്തിലെ കുംഭമേള മഹാകുംഭമേളയാകും. 2025 വിനാശം വരും. ദുഷ്ടന്മാർ നമ്മുടെ നാട് നശിപ്പിക്കും. ഇതെല്ലാം രാജ്യത്തിന്റെ ജാതകം വെച്ച് പഠിച്ച് റിസർച്ച് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയതാണ്. പിന്നീട് ദക്ഷിണേന്ത്യയിലെ അമ്പലത്തിൽ പോയി ഗ്രന്ഥയോലകളിലെ ഇന്ത്യയുടെ ജാതകം എടുത്തു. അത് വായിച്ച പൂജാരിയും ഇതാണ് പറഞ്ഞത്. 2025 വലിയ അപകടം വരുമെന്ന് പറഞ്ഞു. മഹാഭാരത യുദ്ധം പോലെ മറ്റൊരു യുദ്ധം നടക്കുമെന്ന് പറഞ്ഞെന്ന് പറയുന്നു. ഇപ്പോൾ മുതലേ അവർ രാജ്യത്തിന്റെ ബോർഡർ കടന്ന് നമ്മളെ ആക്രമിക്കാൻ തുടങ്ങിക്കാണുമെന്ന് പ്രൊഫസർ പറയുകയാണ്. പിന്നീട് സൂര്യ എന്ന വീട്ടിൽ ഭാര്യയും ഭർത്താവും മകന്റെ ബർത്ത്ഡേക്ക് അലങ്കരിക്കുമ്പോൾ ആരോ ബെല്ലടിച്ച് വാതിൽ തുറക്കുമ്പോൾ രാജ്യദ്രോഹികൾ വേഷം മാറി വന്ന് കുംഭമേളയ്ക്ക് വന്നതാണ്, കുടിക്കാൻ വെള്ളം വേണമെന്ന് പറയുമ്പോൾ പരമീതവരെ വീട്ടിലേക്ക് കയറ്റുന്നു. പെട്ടെന്ന് അവരുടെ പെട്ടി തുറന്ന് പാസ്പോർട്ടിൽ അവർ ഇന്ത്യക്കാരല്ലേ, രാജ്യദ്രോഹികളാണ് നിങ്ങളെന്ന് പരമീത് ചോദിക്കുമ്പോൾ പരമീതിനെ കൊല്ലുകയാണ് അവർ. അതുകണ്ട് പേടിക്കുകയാണ് ഭാര്യ നിമ്രത്. ഇവിടെ പ്രൊഫസർ 2025 യഥാർത്ഥ പ്രശ്നം വരുമെന്ന് പറയുമ്പോൾ ആരും നമ്മളെ രക്ഷിക്കുമെന്ന് അഘോരികൾ ചോദിക്കുന്നു. അവൾ രക്ഷിക്കും, അവൾ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പ്രൊഫസർ പൂജാരി പറഞ്ഞ കാര്യം ആലോചിച്ച് 4 ദിശകളും 3 ലോകങ്ങളുമുണ്ട്. ആര് അവളെ തടയാൻ നോക്കിയാലും നടക്കില്ല. അവൾ ആണല്ല, പെണ്ണല്ല, മൃഗമല്ല, മനുഷ്യനുമല്ല, പിശാചുമല്ല, ദേവനുമല്ല, ഭഗവാനുമല്ല. പക്ഷെ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തിയാണ്. ശിവവരദാനിയും നാഗലോകത്തിന്റെ റാണിയും അനന്തകുലത്തിന്റെ നാഗറാണിയുമായ അനന്തയാണ് അവളെന്ന് പറയുന്നു. ശേഷനാഗത്തിന്റെ കുലം അവസാനിച്ചെന്ന് സ്വാമിനി അന്നേരം പറയുമ്പോൾ പ്രൊഫസർ ഈ ശേഷനാഗം വിഷ്ണുവിന്റെ കയ്യിലാണ്, ശിവന്റെ ഒപ്പമാണെന്ന് പറയുമ്പോൾ അവൾ എവിടെയാണെന്ന് അഘോരികൾ ചോദിക്കുന്നു. അനന്ത വടക്കൻ മലനിരയുടെ അവസാനത്തിൽ ഗ്രാമത്തിലെ ഒരു വീടിന്റെ പുറത്ത് ശിവലിംഗമുണ്ട്. ആ വീട്ടിൽ അനന്തയുണ്ട്. അവിടെ പോയി കാര്യങ്ങൾ പറയണം. ഞാൻ പോയി അവളെ കണ്ടെത്തും. ശേഷനാഗ കന്യകയുടെ സർവ്വശക്തിയും ഉള്ളവളാണ് അവളെന്ന് പറയുന്നു. പിന്നീട് പ്രൊഫസർ പോകുന്നതിന് മുൻപ് ഇതെന്റെ റിസർച്ച് ബുക്കാണ്, ഇത് സൂക്ഷിച്ചു വെക്കണമെന്ന് മകനോട് പറഞ്ഞ് ബുക്ക് കൊടുത്ത് എനിക്കെന്ത് പറ്റിയാലും അച്ഛൻ രാജ്യത്തെ രക്ഷിച്ചിരുന്നവനാണെന്ന് ഓർക്കണമെന്ന് പറഞ്ഞ് കാറുമെടുത്ത് പോകുന്നു. ഇതേസമയം ന്യൂസ് കണ്ടിരിക്കുന്ന ഭാര്യയും ഭർത്താവും പരമിതും നിമ്രതും ഫോൺ എടുക്കുന്നില്ലെന്ന് പറയുമ്പോൾ പ്രൊഫസർ വീട്ടിൽ ബെല്ലടിക്കുന്നു. വാതിൽ തുറക്കുമ്പോൾ പ്രൊഫസർ എനിക്ക് അനന്തയെ കാണണം, രാജ്യം അപകടത്തിലാണെന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് രാജ്യദ്രോഹികൾ കാറിൽ പോകുന്നു. പ്രൊഫസറിനെ വാതിൽ കൊട്ടി അടയ്ക്കുമ്പോൾ രാജ്യത്തെ ആരാ രക്ഷിക്കുന്നതെന്ന് ചോദിച്ച് പ്രൊഫസറിനെ രാജ്യദ്രോഹികൾ തട്ടിക്കൊണ്ടു പോവുകയാണ്. പിന്നീട് വീണ്ടും ആരോ ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ നാഗകന്യക 6 പ്രകൃതി ആകെ മുറിവോടെ എന്നെ രക്ഷിക്കണമെന്ന് പറയുന്നു. ആദ്യം സഹായിക്കില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പൂർണ്ണ ഗർഭിണിയായ പ്രകൃതിയെ കാണുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയി പ്രകൃതി പ്രസവവേദന സഹിച്ച് കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. ഇതെന്റെ മോളാണ്, ഞാൻ രക്ഷപ്പെടില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾ ഇവളെ രക്ഷിക്കണം, ഇത് ശിവന്റെ തീരുമാനമാണ്, നമ്മുടെ രാജ്യം രക്ഷിക്കേണ്ടത് ഇവളാണെന്ന് പറഞ്ഞ് പ്രകൃതി ആലോചിക്കുകയാണ്. എനിക്ക് 3 ജന്മങ്ങൾ തന്നു, പ്രതിയായും പ്രാർത്ഥനയായും പ്രകൃതിയായും ഞാൻ ജീവിച്ചു. ഇപ്പോൾ ഭഗവാൻ മറ്റൊരു ലക്ഷ്യത്തിന് എന്നെ തിരഞ്ഞെടുത്തു. 100 വർഷം തപസ്സരിക്കാതെ നാഗകന്യകയാകാൻ നിനക്ക് കഴിയും. വിഷ്ണുവിന്റെ വരദാനത്താൽ രാജ്യത്തെ രക്ഷിക്കാനായി നീ പിറവികൊള്ളും. അനന്തകുലമാണ് നീയാണ് രക്ഷിക്കേണ്ടത്. നിന്റെ 3 വയസ്സുള്ള സഹോദരിയെ അവളുടെ കുടുംബത്തോടൊപ്പം വിടുകയാണെന്ന് പറഞ്ഞു പോകുമ്പോൾ ചെന്നായ്ക്കൾ അങ്ങോട്ട് വന്ന് പ്രകൃതിയെ ആക്രമിക്കുന്നു. അവരോട് പോരാടി കത്തിക്കൊണ്ട് എല്ലാവരെയും കൊന്നത് ഓർമ്മിച്ച് എന്റെ മോളെ അനന്ത എന്ന് പേര് വെക്കുകയാണെന്ന് പറഞ്ഞ് പ്രകൃതി മരിക്കുകയാണ്. ഈ അനന്തയല്ലേ അയാൾ തിരക്കി വന്നതെന്ന് അയാൾ ചിന്തിക്കുമ്പോൾ ഇവിടെ പ്രൊഫസറിനെ കെട്ടിയിട്ട് ആരോ രക്ഷിക്കാൻ വരുന്നേ എന്ന് ചോദിച്ച് അടിക്കുകയാണ്. ഇത് മഹാദേവന്റെ രാജ്യമാണ്, എന്നെ കൊന്നാലും അവൾ വരും, രാജ്യത്തെ രക്ഷിക്കും, ഇച്ഛാധാരി നാഗകന്യകയാണ് അവൾ, ശേഷനാഗകന്യക വരുമെന്ന് പറഞ്ഞ് പ്രൊഫസർ മരിക്കുകയാണ്. ഇവിടെ ശാലിനി ഈ കുഞ്ഞ് എന്ത് സുന്ദരിയാണെന്ന് ചോദിച്ച് അതിനെ വളർത്താൻ തീരുമാനിക്കുന്നു. പിന്നീട് 24 വർഷത്തിന് ശേഷം ന്യൂഡൽഹിയിൽ വന്ന അവർ പ്രയാഗരാജിൽ പോകാൻ ടിക്കറ്റ് എടുത്തില്ലെന്ന് പറയുകയാണ്. അനന്ത എവിടെയെന്ന് അയാൾ ചോദിക്കുമ്പോൾ മക്കൾ രണ്ടുപേരും ഇവിടെ ഇല്ല, ഷോപ്പിങ്ങിന് പോയെന്ന് ശാലിനി പറയുന്നു. അനന്ത ഇതേസമയം മാർക്കറ്റിലൂടെ കമ്മൽ തിരയുകയാണ്. ഇതേസമയം അന്നേരം പാമ്പാട്ടി മകടി ഊതുമ്പോൾ അനന്തയുടെ പിന്നാലെ പാമ്പിഴഞ്ഞു പോകുന്നു. പാമ്പിനെ അനന്ത കൈകൊണ്ട് എടുക്കുകയാണ്. എന്തിനാണ് ഈ പാമ്പിനെ അടച്ചു വെക്കുന്നത്, ഇത് ശിവന്റെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞ് അനന്ത പാമ്പിനെ ശിവന്റെ അടുത്ത് വിടുന്നു. അന്നേരം കൂട്ടുകാരികൾ പൂർവി എവിടെയെന്ന് ചോദിക്കുമ്പോൾ പൂർവി ചെളിവെള്ളത്തിൽ വീഴുന്നത് കണ്ട് അനന്ത അവളുടെ അടുത്ത് ഓടിപ്പോയി എന്താ പൂർവി എന്ന് ചോദിക്കുകയാണ്. അന്നേരം പൂർവി ഇതല്ലേ ചേച്ചി തിരക്കിയ കമ്മലെന്ന് ചോദിക്കുമ്പോൾ അതെ ഇത് തന്നെയാണ്, ഇത് തന്നെ ഇന്നത്തെ വൈകുന്നേരത്തെ പാർട്ടിയിൽ ഞാൻ ഇടുമെന്ന് പറയുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കും.